ഷീതു, എനിക്ക് നിന്നെ വേണം. ഇപ്പോ, ഈ നിമിഷം. അവൻ പതിയെ അവളുടെ കാതിൽ പറഞ്ഞതും അവൾ കണ്ണുകൾ വലിച്ചു തുറന്നു. അവൾ കണ്ണുകൾ വലിച്ചു തുറന്ന് അവനെ തന്നെ നോക്കി. ചാർലിയുടെ കണ്ണുകളിൽ വല്ലാത്തൊരു പ്രണയവും അതിലേറെ തീവ്രമായ ആഗ്രഹവും അവളോട് നിറഞ്ഞു തുളുമ്പുന്നുണ്ടായിരുന്നു. ആ നോട്ടത്തിനു മുൻപിൽ മറുപടിയൊന്നും പറയാൻ അവൾക്ക് കഴിഞ്ഞില്ല. അവളുടെ ചുണ്ടുകൾ നേരിയ രീതിയിൽ വിറച്ചു. എന്നാൽ ചാർലി അവളുടെ മറുപടിക്കായും കാത്തുനിന്നില്ല. അവൻ വീണ്ടും മുഖം താഴ്ത്തി അവളുടെ കഴുത്തിന്റെ വശങ്ങളിലേക്ക് ചുണ്ടുകൾ അമർത്തി. അവന്റെ ചൂടുള്ള ശ്വാസവും നനവാർന്ന സ്പർശനവും ഷീതുവിനെ ആകെ തളർത്തുന്നുണ്ടായിരുന്നു. അവന്റെ കൈകൾ അവളുടെ വസ്ത്രത്തിലേക്കായി പതുക്കെ ഓരോന്നായി അഴിച്ചുമാറ്റി. തണുത്ത രാത്രി അന്തരീക്ഷത്തിൽ അവന്റെ കൈകളുടെ ചൂട് ഷീതുവിന്റെ നഗ്നമായ ചർമ്മത്തിൽ തൊട്ടറിഞ്ഞപ്പോൾ അവളിൽ ഒരു പുതിയ വിറയൽ പടർന്നു. അവൾ അറിയാതെ കൈകൾ മുകളിലേക്കുയർത്തി അവന്റെ തലമുടിയിലൂടെ കൈവിരലുകൾ കോർത്തുപിടിച്ചു. അവനെ തന്നിലേക്ക് കൂടുതൽ അടുപ്പിച്ചു. അവൻ പ്രണയത്തോടെ വീണ്ടും അവളുടെ ചുണ്ടുകളിലേക്ക് തന്നെ ചുണ്ടമർത്തി. ഇത്തവണ ആ ചുംബനം കൂടുതൽ ആഴമേറിയതും വന്യവുമായിരുന്നു. അവളുടെ മേൽചുണ്ടിനെയും കീഴ്ചുണ്ടിനെയും മാറി മാറി അവൻ തന്റെ അധരങ്ങൾക്കിടയിലാക്കി ചുംബിച്ചു. നാവ് പോലും കെട്ടിപ്പിണഞ്ഞു. നിമിഷങ്ങൾ ഓരോന്നായി കടന്നുപോയതും അവളും ആ ചുംബനത്തിന്റെ ലഹരിയിലേക്ക് പൂർണ്ണമായി പങ്കുചേർന്നതോടെ ചാർലിയുടെ ഉള്ളിലെ ആഗ്രഹങ്ങൾക്ക് വേഗത കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ചുണ്ടുകളിൽ നിന്ന് മടർന്നു മാറിയ അവൻ അവളുടെ താടിയിലൂടെയും കവിളുകളിലൂടെയും ചുംബിച്ചുകൊണ്ട് താഴേക്കിറങ്ങി. അവളുടെ കഴുത്തിന്റെ വശങ്ങളിൽ അവൻ തന്റെ ചുണ്ടുകൾ അമർത്തി പതുക്കെ കടിച്ചപ്പോൾ ഷീതുവിന്റെ ഉള്ളിൽ നിന്നും ഒരു സുഖമുള്ള സീൽക്കാരം പതുക്കെ പുറത്തേക്ക് വന്നു. ആ ശബ്ദം ചാർലിയെ കൂടുതൽ ഭ്രാന്ത് പിടിപ്പിച്ചു. അവൻ അവളുടെ വസ്ത്രങ്ങൾ പൂർണ്ണമായും വകഞ്ഞു മാറ്റി. അവളുടെ നഗ്നമായ തോളുകളിലും കോളർ ബോണിലും തന്റെ ചുണ്ടുകൾ കൊണ്ട് പ്രണയത്തിന്റെ അടയാളങ്ങൾ തീർത്തു. അവന്റെ ഓരോ സ്പർശനത്തിലും ഷീതുവിന്റെ ശരീരം വില്ലുപോലെ വളഞ്ഞുപോയി. അവൾ കണ്ണുകൾ മുറുക്കെ അടച്ച് കട്ടിലിൻ വിരിപ്പിൽ കൈകൾ ആഴ്ത്തിപ്പിടിച്ചു. അവരുടെ ശ്വാസനിശ്വാസങ്ങൾ ആ മുറിയിലെ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് വേഗത്തിലായിക്കൊണ്ടിരുന്നു. ചാർലി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. ആ മങ്ങിയ വെളിച്ചത്തിൽ അവരുടെ നോട്ടങ്ങൾ പരസ്പരം കോർത്തു. വാക്കുകളേക്കാൾ വലിയൊരു പ്രണയമാണ് ആ നിമിഷം അവർക്കിടയിൽ കൈമാറ്റം ചെയ്യപ്പെട്ടത്. അവൻ അവളുടെ നെറ്റിയിലും കൺപീലികളിലും വീണ്ടും വീണ്ടും ആർദ്രമായി ചുംബിച്ചു. പരസ്പരം പുണർന്ന് ശരീരവും മനസ്സും കൊണ്ട് അവർ ആ പ്രണയത്തിന്റെ ആഴങ്ങളിലേക്ക് ഒന്നിച്ചാഴ്ന്നിറങ്ങി. തീവ്രമായ ആ വികാരങ്ങളുടെ വേലിയേറ്റത്തിനൊടുവിൽ ആ മുറിയിലെ ശ്വാസതാളം പതുക്കെ ശാന്തമായി തുടങ്ങി. ചാർലി തന്റെ അവസാനത്തെ ചുംബനവും അവളുടെ അധരങ്ങളിൽ ആഴത്തിൽ പതിപ്പിച്ചുകൊണ്ട് ഷീതുവിന്റെ തോളിലേക്ക് പതുക്കെ മുഖം പൂഴ്ത്തി. പ്രണയത്തിന്റെ ലഹരിയും ശാരീരികമായ വന്യതയും നൽകിയ ക്ഷീണത്താൽ അവന്റെ ശരീരം പതുക്കെ അയഞ്ഞു. അവൻ അവളെ തൻ്റേത് മാത്രമാക്കി മാറ്റിയ സംതൃപ്തിയോടെ അവളുടെ നെഞ്ചിലേക്ക് പൂർണ്ണമായും തളർന്നു വീണിരുന്നു. ഷീതു ഒരു ദീർഘനിശ്വാസത്തോടെ തന്റെ കൈകൾ അവന്റെ നഗ്നമായ പുറത്തുകൂടി ചുറ്റി അവനെ മുറുക്കെ ചേർത്ത് പിടിച്ചു. അവന്റെ വേഗതയേറിയ നെഞ്ചിടിപ്പ് അവളുടെ നെഞ്ചിൽ വന്ന് തട്ടിക്കൊണ്ടിരുന്നു. തളർന്നു വീണ ചാർലിയുടെ മുടിയിഴകളിലൂടെ അവൾ വിരലോടിച്ചപ്പോൾ കഴിഞ്ഞുപോയ ദിവസങ്ങളിലെ പിണക്കങ്ങളെല്ലാം മാറി അവരുടെ മനസ്സും ശരീരവും പൂർണ്ണമായ ശാന്തതയിലേക്ക് വഴിമാറിയിരുന്നു. നേരം വെളുക്കാൻ സമയം ബാക്കി നിൽക്കെ പരസ്പരം പുണർന്ന് ഒരൊറ്റ ശരീരമായി അവർ ആ കട്ടിലിൽ ഉറക്കത്തിലേക്ക് വീണ്ടും വഴുതി വീണു. എന്നാൽ വെളുപ്പിന് ഋഷുവിന്റെ വീട്ടിൽ ഉറക്കത്തിൽ എന്തോ സൗണ്ട് അടിച്ചതും അവളൊരു ഞെട്ടലോടെ കണ്ണുകൾ വലിച്ചു തുറന്നു. കണ്ണു തുറന്നതും അവളുടെ നെഞ്ചിലേക്ക് മുഖം പൊഴ്ത്തി തന്നെ മുറുക്കെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ക്രിസ്റ്റിയാണ് അവൾ കണ്ടത്. രാത്രി മുഴുവൻ അവന്റെ ചൂടേറ്റ് കിടന്നതുകൊണ്ടാവാം അവളുടെ ഉള്ളിൽ ഒരു പ്രത്യേക സുരക്ഷിതത്വവും സന്തോഷവും ഒക്കെ നിറഞ്ഞു നിന്നിരുന്നു. അപ്പോഴും ഫോൺ ശബ്ദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവനെ മാറ്റാൻ അവൾക്ക് കഴിയാത്തത് കൊണ്ട് തന്നെ അവൾ കൈയെത്തിപ്പിടിച്ച് ഫോൺ എടുത്തു. റയാനായിരുന്നു. ഹലോ, ഋഷു പതിയെ വിളിച്ചു. എടി എവിടാ, എന്തി അങ്ങേര്? മണി 4 റയാൻ വെപ്രാളത്തോട് ചോദിച്ചു. അവൾ പതിയെ തല ഉയർത്തി മേശപ്പുറത്തിരുന്ന ക്ലോക്കിലേക്ക് നോക്കി. എൻ്റെ ഈശോയെ, സമയം 4 അവൾ അറിയാതെ തന്നെ കൈകൊണ്ട് വായ പൊത്തിപ്പോയി. 5 മണിക്ക് മമ്മിയൊക്കെ പ്രാർത്ഥിക്കാൻ എഴുന്നേൽക്കും അവൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരുന്നു. എടി ഋഷു, നീ എന്താ ഒന്നും മിണ്ടാത്തത്? അവൻ ചോദിച്ചതിന് തിരികെ മറുപടി ഒന്നും കിട്ടാഞ്ഞതും അവൻ വീണ്ടും ചോദിച്ചു. ദേ ഉടുമ്പ് പിടിച്ചിരിക്കുന്നത് പോലെ എന്നെ പിടിച്ച് ഇവിടെ കിടന്ന് ഉറങ്ങുന്നു. അവൾ തിരികെ അവനോട് പറഞ്ഞു. ഉടുമ്പോ? എൻ്റെ ദൈവമേ, പണ്ട് തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ നിന്നെ കടിക്കാൻ നടന്നിരുന്ന ആ കടുവയാണോ ഇപ്പം നിന്റെ മേത്ത് ഉടുമ്പ് പോലെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത്? എടി, അങ്ങേർക്ക് വല്ല അമൃതാഞ്ജനവും പുരട്ടി കൊടുക്കേണ്ടി വരും ഈ ഒട്ടൽ മാറാൻ. റയാൻ ചിരിയടക്കാൻ പാടുപെട്ടുകൊണ്ട് പറഞ്ഞു. ഡാ, നീ അവിടെ ഇരുന്ന് കോമഡി അടിക്കാതെ ഈ സാധനത്തിനെ കൊണ്ടുപോടാ. 5 മണിക്ക് മമ്മി ഉണർന്ന് ജവമാലയും പിടിച്ചിറങ്ങും. അതിനു മുമ്പ് ഈ ഉടുമ്പിനെ ഇവിടെ നിന്ന് അഴിച്ചെടുത്ത് കൊണ്ടുപോയില്ലെങ്കിൽ മമ്മിയുടെ കയ്യിൽ നിന്നും വേറെ വല്ലതും ആയിരിക്കും എനിക്ക് കിട്ടുന്നത്. ഋഷു ശബ്ദം പരമാവധി താഴ്ത്തി, എന്നാൽ നല്ല വെപ്രാളത്തോടെ പറഞ്ഞു. കാരണം അവൾ മുകളിലത്തെ റൂമിലായതുകൊണ്ട് തന്നെ നിശബ്ദമായിട്ട് കിടക്കുമ്പോൾ എക്കോ പോലെ അവൾ സംസാരിക്കുന്നതൊക്കെ താഴെ കേൾക്കാമായിരുന്നു. എടി, അങ്ങേരെ വിളിച്ചുണർത്തി പറഞ്ഞു വിടാൻ നോക്ക്. ഞാൻ ദേ ഇവിടെ തന്നെയുണ്ട്, നിന്റെ വീടിന്റെ മുമ്പേ. റയാൻ അവളോട് പറഞ്ഞതും അവൾ അവനോട് അവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞു. ശേഷം ഫോൺ കട്ട് ചെയ്തു. ക്രിസ്റ്റിച്ച,
എഴുന്നേറ്റേ, നേരം വെളുത്തു. അവൾ അവന്റെ തോളിൽ പിടിച്ച് പതുക്കെ കുലുക്കി. ക്രിസ്റ്റി പക്ഷെ അതൊന്നും കേട്ട മട്ടില്ല. അവൻ ഉറക്കത്തിൽ തന്നെ ഋഷുവിനെ കൂടുതൽ തന്നിലേക്ക് വലിച്ചടുപ്പിച്ച് നെഞ്ചിലേക്ക് മുഖമമർത്തി കിടക്കേ ചെയ്തുള്ളൂ. ക്രിസ്റ്റി ഇപ്പോഴും ഒരു കുഞ്ഞിനെ പോലെ അവളുടെ വയറിലും ഇടുപ്പിലുമൊക്കെ കൈകൾ ചുറ്റി മുഖം അവളുടെ നെഞ്ചിലേക്ക് നന്നായി അമർത്തി സുഖമായി ശ്വാസം വിടുന്നുണ്ട്. ക്രിസ്റ്റിച്ചാ, അവള് വീണ്ടും വിളിച്ചു. ക്രിസ്റ്റി ഉറക്കത്തിൽ എന്ന പോലെ ഒന്ന് മൂളി. പിടി കുറച്ചും കൂടി ഒന്ന് മുറുക്കി. എന്റെ ഈശോയെ, ഇത് മനുഷ്യനാണോ അതോ ഫെവിക്കോളോ? ഋഷുവിന് ദേഷ്യവും ചിരിയും ഒരുമിച്ച് വന്നു. ഒടുവിൽ വേറെ നിവർത്തിയില്ലാതെ അവൾ അവന്റെ മൂക്ക് പൊത്തിപ്പിടിച്ചു. കാട്ടുകടവ് എഴുന്നേക്കടോ, മമ്മി എങ്ങാനും കണ്ടാൽ നിന്റെ കയ്യും കാലും തല്ലി ഓടിക്കും. അവൾ ദേഷ്യവും പരിഭ്രമവും കലർത്തി അവന്റെ കാതിൽ പതുക്കെ പറഞ്ഞു. അത് കേട്ടതും ഉറക്കത്തിൽ ഇഷ്ടപ്പെടാത്തതുപോലെ അവനൊന്ന് അനങ്ങി. ശേഷം ക്രിസ്റ്റി പതുക്കെ കണ്ണുകൾ തുറന്നു. കനത്ത തലവേദനയോടെ അവൻ നെറ്റിയിൽ കൈവച്ച് ചുറ്റും നോക്കി. തലേന്നത്തെ മദ്യത്തിന്റെ ഹാങ് ഓവർ പൂർണ്ണമായി മാറിയിട്ടില്ലെങ്കിലും അവൻ വല്ലാത്ത ഭാവത്തോടെ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. അവൻ കണ്ണുകൾ പകുതി തുറന്ന് മുന്നിലിരിക്കുന്ന ഋഷുവിനെയും പിന്നെ താൻ കിടക്കുന്ന മുറിയും ഒന്ന് നോക്കി. പെട്ടെന്ന് ബോധം വീണതുപോലെ അവൻ ബെഡ്ഷീറ്റ് എടുത്ത് മാറ്റി കട്ടിലിൽ നിന്നും ചാടി എഴുന്നേറ്റു. നീ നീ എന്താ എൻ്റെ റൂമില്? അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു. ബെസ്റ്റ്. എടോ കടുവേ, ഇത് തൻ്റെ വീടല്ല, എൻ്റെ വീടാ. ഇത് തൻ്റെ മുറിയല്ല, എൻ്റെ മുറിയാ. ഇതിപ്പോൾ അടിയേറ്റവൻ അലർന്നു എന്ന് പറഞ്ഞതുപോലെ ഉണ്ടല്ലോ. ഇന്നലെ രാത്രി എൻ്റെ പിന്നാലെ മോളെ മോളേന്ന് വിളിച്ച് കെട്ടിപ്പിടിച്ച് നടന്നോന്നും ഓർമ്മയില്ലേ കാട്ടുകടുവേ? അതെങ്ങനെയാ? കുറച്ച് കുടിക്കണം. ഇത് മുക്കുറ്റം കെട്ടിയിട്ട് എന്നെ എന്തൊക്കെയാ രാത്രി ചെയ്തതെന്ന് ഓർമ്മയുണ്ടോ? അവൾ തിരികെ അവനോട് ചോദിച്ചതും അവൻ കണ്ണും തിരുമ്മി അവളെ നോക്കുകയായിരുന്നു. ക്രിസ്റ്റി പെട്ടെന്ന് ഞെട്ടി ചുറ്റും നോക്കി. ഭിത്തിയിലെ ഫോട്ടോകളും ജനലിലെ കർട്ടനും കണ്ടപ്പോഴാണ് അവന് സംഗതി മനസ്സിലായത്. അവൻ പതറിപ്പോയി. ഞാൻ എങ്ങനെ ഇവിടെ എത്തി? എനിക്കൊന്നും ഓർമ്മയില്ലല്ലോ. ഇന്നലെ രാത്രി റയാൻ്റെ കൂടെ വണ്ടി ഇരുന്നത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെന്തുണ്ടായേ? അവൻ തലയ്ക്ക് കൈവച്ച് ആലോചിക്കാൻ ശ്രമിച്ചു. ഓഹോ, അപ്പം കടുവയ്ക്ക് ഒന്നും ഓർമ്മയില്ലല്ലേ? ഇന്നലെ രാത്രി എൻ്റെ മോളെ, ഋഷു മോളെ, നിന്നെ എനിക്ക് എന്ത് ഇഷ്ടമാണെന്നറിയോ, എൻ്റെ ജീവനല്ലേ എന്നൊക്കെ വിളിച്ചെൻ്റെ പിന്നാലെ നടന്നിട്ട് ഗേറ്റ് ചാടി കിടക്കാൻ നോക്കി. ഒടുവിൽ എൻ്റെ കൈയും പിടിച്ച് വലിച്ച് കട്ടിലേക്കിട്ട് എന്നെ ചുംബിച്ചതൊന്നും ഈ മാന്യൻ അറിഞ്ഞിട്ടേയില്ല. അത് മാത്രോ, കല്യാണം കഴിയാതെ എന്നെ. ഋഷു പെട്ടെന്ന് അവനെ ഒന്ന് കബളിപ്പിക്കാൻ എന്നുള്ള രീതിയിൽ അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ക്രിസ്റ്റി അത് കേട്ടതും വായും പൊളിച്ചവളെ നോക്കി. ഞാനങ്ങനെ ചെയ്തെന്നോ? നീ വെറുതെ കള്ളം പറയാ. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. നീ ഒന്ന് പോയേ. അവൻ അവിശ്വാസത്തോടെയും അല്പം പേടിയോടെയും പറഞ്ഞു. പിന്നെ ഞാൻ കള്ളം പറയുക? താഴെ റയാൻ നിപ്പുണ്ട്, അവനോട് ചോദിച്ചു നോക്ക് ഇന്നലെ രാത്രി എന്നെ എന്താ വിളിച്ചതെന്ന്. അവൾ തിരികെ അവനോട് പറഞ്ഞു. അത് അങ്ങനെ ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കും. അവസാനം പറഞ്ഞത് അതൊരിക്കലും നടന്നിട്ടുണ്ടാവില്ല. ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല. അവൻ അവനിലുള്ള വിശ്വാസത്തോടെ പറഞ്ഞു. ഉവ്, ചെയ്യില്ല. ചെയ്തതൊക്കെ ഞാൻ മാത്രമല്ലേ അറിഞ്ഞിട്ടുള്ളൂ. അവൾ അവനെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. ക്രിസ്റ്റി ചായനെ പറ്റി ഞാൻ ഇങ്ങനെയൊന്നുമല്ല വിചാരിച്ചത്. ചാർലി ചായന്റെ അതേ പാത തന്നെ പിന്തുടർന്നു അല്ലേ? അവൾ വിഷമത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. ഋഷു, നീ സത്യം പറ. ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. നീ എന്നെ വെറുതെ കളിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ലേ? അവൾ അങ്ങനെ പറയുന്നത് കേട്ടതും അവന് വല്ലാത്ത നിരാശയും കുറ്റബോധവും ഒക്കെ തോന്നി. ഋഷുവിന്റെ കള്ളക്കരച്ചിലും നിരാശയും നിറഞ്ഞ മുഖം കണ്ടതും ക്രിസ്റ്റിയുടെ നെഞ്ചിടിപ്പ് ഇരട്ടിയായി. തലേന്ന് അത്രയധികം കുടിച്ചിരുന്നത് കൊണ്ട് സ്വയം നിയന്ത്രണം നഷ്ടപ്പെട്ടിരിക്കുമോ എന്ന് വല്ലാത്തൊരു പേടി അവന്റെ ഉള്ളിലേക്ക് ഇരച്ചു കയറി. ഋഷു, ദയവേത് നീ ഇങ്ങനെ സംസാരിക്കല്ലേ. എനിക്കൊന്നും ഓർമ്മയില്ലടാ. ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യുവോ? നീ സത്യം പറ. അവന്റെ സ്വരം ശരിക്കും വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവന്റെ മുഖത്തെ ആകെ പുകഞ്ഞ ഭാവവും ആത്മാർത്ഥമായ കുറ്റബോധവും ഒക്കെ കണ്ടപ്പോൾ ഋഷുവിന് ഉള്ളിൽ ചിരി പൊട്ടി വന്നെങ്കിലും അവളത് കഷ്ടപ്പെട്ട് അമർത്തിപ്പിടിച്ചു. പിന്നെ ഞാൻ കള്ളം പറയുകയാണെന്നോ? ഈ ഒരു കാര്യം ഞാൻ കള്ളം പറയാമെന്ന് ഇച്ചാന് തോന്നുന്നുണ്ടോ? എൻ്റെ ദൈവമേ, കല്യാണത്തിന് മുമ്പേ തന്നെ എന്നെ ഇങ്ങനെ ഇതിപ്പോൾ പേടി തോന്നുന്നത് എനിക്കാ. ഇച്ചാനൊന്നും ഓർമ്മയില്ലെന്ന് പറയുമ്പോൾ അവൾ വീണ്ടും സങ്കടം അഭിനയിച്ചു. ക്രിസ്റ്റിയാണെങ്കിൽ ആകെ തളർന്നു പോയി. അവൻ കട്ടിലിൻ്റെ അരികിലേക്ക് പതുക്കെയിരുന്നു. ഞാൻ എന്തിനാ അത്രയും കുടിക്കാൻ പോയത്? എന്നെ വിശ്വസിച്ചല്ലേ നീ അകത്തേക്ക് കയറ്റിയേ? എന്നിട്ട് അവൻ്റെ കണ്ണുകൾ നിറയാൻ തുടങ്ങിയിരുന്നു. അവളോട് മുഖമുയർത്തി നോക്കാൻ പോലും അവൻ വല്ലാതെ മടിച്ചു. അവൻ്റെ ആ കടുത്ത വിഷമവും നിരാശയും ഒക്കെ കണ്ടപ്പോൾ ഋഷുവിൻ്റെ ഉള്ളൊന്ന് പിടഞ്ഞു. കളി അല്പം കൂടിപ്പോയോ എന്നവൾക്ക് തോന്നി. പണ്ടത്തെ ആ ഗമക്കാരൻ കടുവ തനിക്ക് മുന്നിൽ ദേ കുറ്റബോധം കൊണ്ട് ഉരുകി തീരുകയാണ്. അവൾ പതുക്കെ അവൻ്റെ അരികിലേക്ക് നടന്നു ചെന്നു. എന്നിട്ട് അവൻ്റെ കൈകളിൽ പതുക്കെ പിടിച്ചു. എടോ കാട്ടുകടുവേ, ഇങ്ങോട്ടൊന്ന് നോക്കിയേ. അവൾ മൃദുവായി അവനെ വിളിച്ചു. ക്രിസ്റ്റി പതുക്കെ തല ഉയർത്തി വിറയ്ക്കുന്ന കണ്ണുകളോടെ അവളെ ഒന്ന് നോക്കി. ഇച്ചാന് ശരിക്കും ഒന്നും ഓർമ്മയില്ലേ? അവളൊരു കള്ളച്ചിരിയോടെ ചോദിച്ചു. ഇല്ലടാ, സത്യമായിട്ടും എനിക്ക് ഒന്നും ഓർമ്മയില്ല. ഞാൻ നിന്നോട് അത്രയും വലിയൊരു തെറ്റ്. അവൻ ബാക്കി പറയുന്നതിന് മുൻപേ തന്നെ അവൾ അവൻ്റെ വാ പൊത്തിപ്പിടിച്ചു. ഇച്ചായൻ എന്നോട് തെറ്റൊന്നും ചെയ്തിട്ടില്ലേ? ഋഷു ഒടുവിൽ ചിരിയടക്കാൻ കഴിയാതെ ഉറക്കെ ചിരിച്ചുപോയി.
ഞാൻ ഇച്ചായനെ ചുമ്മാ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ. ഇന്നലെ ഇച്ചായൻ കുടിച്ചിട്ട് വന്ന ആകെ കാട്ടിയ കോപ്രായം എൻ്റെ മോളേന്നും വിളിച്ച് കെട്ടിപ്പിടിച്ചതും ആ ഗേറ്റ് ചാടാൻ നോക്കിയാ. പിന്നെ ആ കട്ടിലിട്ട കാര്യമൊക്കെ സത്യ. പക്ഷെ ഇച്ചായൻ വിചാരിക്കുന്നത് പോലെയുള്ള ഒന്നും ഇവിടെ നടന്നിട്ടില്ല. ഇച്ചായൻ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ബോധം പോയിട്ട് എൻ്റെ നെഞ്ചത്ത് കിടന്ന് നല്ല സുഖമായിട്ട് ഉറങ്ങുകയായിരുന്നു. അവൾ ചിരിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു, നിനക്കിത് ചിരിക്കാനുള്ള വകയാണോ? ക്രിസ്റ്റിയുടെ സ്വരം വല്ലാതെ താണിരുന്നു. അതിൽ നല്ല ഗാംഭീര്യവും ദേഷ്യവും നിറഞ്ഞിരുന്നു. അവന് പെട്ടെന്നുള്ള ആ മാറ്റം കണ്ടപ്പോൾ ഋഷുവിന്റെ ചിരി പാതി വഴിയിൽ വെച്ച് വറ്റിപ്പോയി. അവൾ അവനെ നോക്കിയൊന്ന് പരുങ്ങി. ക്രിസ്റ്റിച്ച, ഞാൻ വെറുതെയോ? ഇങ്ങനെയുള്ള കാര്യങ്ങളാണോ വെറുതെ പറയുന്നത്? അവൻ അവളുടെ നേരെ ഒരടി മുൻപോട്ട് വെച്ചു. ഋഷു ഭയന്ന് ഒരടി പിന്നിലേക്കും മാറി. ഒരു മനുഷ്യന്റെ മനസ്സമാധാനം കളഞ്ഞിട്ടാണോ നിന്റെ ഈ വെറുതെയുള്ള കളി? ഞാൻ ഇന്നലെ കുടിച്ചിട്ടുണ്ടാകാം. നിന്റെ മുന്നിൽ വന്ന് കോപ്രായം കാണിച്ചിട്ടുണ്ടായിരിക്കും, കിസ് ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷേ നിന്റെ അനുവാദം ഇല്ലാതെ ഞാൻ നിന്റെ ശരീരത്തിൽ തൊട്ടു നീ പറഞ്ഞപ്പോൾ ഞാൻ അനുഭവിച്ച ഒരു വേദനയുണ്ട്. അത് നിനക്ക് മനസ്സിലാവോടി? അവൻ അവളുടെ തോളിൽ മുറുക്കി പിടിച്ച് കുലുക്കിക്കൊണ്ട് ദേഷ്യത്തോടെ ചോദിച്ചു. അവന്റെ കണ്ണുകളിൽ ശരിക്കും ദേഷ്യവും ഒപ്പം വല്ലാത്തൊരു സങ്കടവും നിറഞ്ഞിരുന്നു. ഋഷു ആണെങ്കിൽ പേടിച്ചു പോയി. ക്രിസ്റ്റി ഇത്രയും ദേഷ്യപ്പെടുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. അവന്റെ വിരലുകൾ അവളുടെ തോളിൽ അമരുന്നുണ്ടായിരുന്നു. എന്നെപ്പറ്റി നിന്റെ മനസ്സിലുള്ള വിചാരം ഇതാണല്ലേ? കുടിച്ചാൽ കൂടെയുള്ള പെണ്ണിനെ എന്തും ചെയ്യാൻ മടിക്കാത്തൊരു വൃത്തികെട്ടവനാണ് ഞാനെന്നാണോ നീ കരുതി വെച്ചിരിക്കുന്നത്? അവൻ പല്ലുറുമിക്കൊണ്ട് ചോദിച്ചു. അയ്യോ അല്ല ഇച്ചായ, ഞാൻ സത്യമായിട്ടും. ഋഷുവിന്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അവൾക്ക് വാക്കുകൾ കിട്ടാതെയായി. ഇനി ഒരക്ഷരം നീ മിണ്ടരുത്. ക്രിസ്റ്റി അവളുടെ തോളിലെ പിടി ഒറ്റ നിമിഷം കൊണ്ട് വിടുവിച്ചു. അവൻ കട്ടിലിൽ കിടന്ന തന്റെ ഫോണും പേഴ്സും മറ്റും എടുത്തു. ഇനി ഒരിക്കലും എന്റെ വായിൽ നിന്നും നിന്നെക്കുറിച്ച് മോളെ വിളിയോ സ്നേഹമോ ഒന്നും നീ കേൾക്കില്ല. നിനക്ക് ഞാൻ എന്നും ആ പഴയ കടുവ തന്നെയായിരിക്കും. മതിയാക്കിക്കോ നിന്റെ ഈ കളിയൊക്കെ. അത്രയും പറഞ്ഞ് അവൻ ഋഷുവിനെ ഒന്ന് രൂക്ഷമായി നോക്കിയിട്ട് മുറിയുടെ വാതിൽ വലിച്ചു തുറന്ന് അതിവേഗത്തിൽ പടികളിറങ്ങി താഴേക്ക് നടന്നു. വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് പപ്പയോ മമ്മിയോ എഴുന്നേൽക്കുമോ എന്ന ഭയം പോലും ആ നിമിഷം അവന്റെ ദേഷ്യത്തിന് മുൻപിൽ ഇല്ലാതായി കഴിഞ്ഞിരുന്നു. പുറകിൽ വാതിൽക്കൽ തറഞ്ഞു നിന്ന് പോയ ഋഷുവിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർത്തുള്ളികൾ താഴേക്ക് വീണു. വെറുതെ ഒന്ന് കളിപ്പിക്കാൻ നോക്കിയതാണ്. ഇത്രയും വലിയൊരു പ്രശ്നമായി തീരുമെന്ന് അവൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അവളും അവന്റെ ഒപ്പം തന്നെ ചെന്നു. താൻ ചെയ്ത തെറ്റ് എത്രത്തോളം വലുതാണെന്ന് അവൾക്കും ബോധ്യപ്പെട്ടിരുന്നു. കണ്ണീരൊഴുക്കി അവിടെ തന്നെ നിൽക്കാൻ അവൾക്കായില്ല. അവൾ വേഗം കരച്ചിലടക്കി അവന്റെ പിന്നാലെ ഓടി. പപ്പയും മമ്മിയും ഉറങ്ങുന്ന മുറിയുടെ മുന്നിലൂടെ കടന്നു പോകുമ്പോൾ പോലും അവൾക്ക് ഭയമില്ലായിരുന്നു. അവളുടെ ഒരേ ഒരു ലക്ഷ്യം ക്രിസ്റ്റിയെ തടയുക, അവന്റെ ദേഷ്യം മാറ്റുക എന്നത് മാത്രമായിരുന്നു. മുൻവാതിൽ തുറന്ന് പുറത്തേക്ക് കടന്ന ക്രിസ്റ്റി ഗേറ്റിന് നേരെ വേഗത്തിൽ നടന്നു. ഋഷു ആണെങ്കിൽ ഓടിച്ചെന്ന് അവന്റെ കയ്യിൽ മുറുക്കെ പിടിച്ചു. എന്നാൽ ക്രിസ്റ്റി അവളുടെ കൈകൾ ദേഷ്യത്തോടെ തട്ടിമാറ്റി. അവൻ തിരിഞ്ഞുപോലും നോക്കാതെ ഗേറ്റ് തുറന്ന് പുറത്തേക്ക് കടന്നു. വണ്ടിയിൽ കാത്തിരുന്ന റയാൻ അവരുടെ ഈ ഭാവമാറ്റം കണ്ട് വണ്ടിയിൽ നിന്നും ഇറങ്ങി വന്നു. ക്രിസ്റ്റിച്ച, എന്താ, എന്തു പറ്റി? റയാൻ ചോദിച്ചു. ക്രിസ്റ്റി റയാന് മറുപടി കൊടുക്കാതെ നേരെ വണ്ടിയുടെ അടുത്തേക്ക് ചെന്നു. ഋഷു വീണ്ടും അവന്റെ മുന്നിലേക്ക് ഓടിച്ചെന്ന് കൈകൾ വിരിച്ച് തടഞ്ഞു നിന്നു. എന്നെ സങ്കടപ്പെടുത്തി പോവല്ലേ ഇച്ചായ, എനിക്കൊരു തെറ്റ് പറ്റി. വെറുതെ ഒന്ന് പേടിപ്പിക്കാൻ നോക്കിയതാ. ദയവ് ചെയ്ത് എന്നോട് ദേഷ്യപ്പെടല്ലേ. ഇച്ചായനില്ലാതെ എനിക്ക് പറ്റില്ല. അവൾ അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞ് ഉറക്കെ കരഞ്ഞുപോയി. ആ കരച്ചിലും അവളുടെ വാക്കുകൾ കേട്ടതും ക്രിസ്റ്റിയുടെ ദേഷ്യം പതുക്കെ ഒന്ന് അലിയാൻ തുടങ്ങിയെങ്കിലും അവന്റെ മുഖത്തെ ഗൗരവം ഒട്ടും കുറഞ്ഞിരുന്നില്ല. അവൻ അവളെ തന്നിൽ നിന്നും പതുക്കെ അകറ്റി നിർത്തി. നിനക്കെല്ലാം കളിയാ ഋഷു. എൻ്റെ സ്നേഹവും എൻ്റെ കുറ്റബോധവും എല്ലാം നിനക്കൊരു തമാശയാണ്. ഇതിൻ്റെ വില നിനക്ക് പിന്നീട് മനസ്സിലാവും. അവൻ കടുത്ത സ്വരത്തിൽ അവളോട് പറഞ്ഞു. എന്നിട്ട് അവൻ വണ്ടിയുടെ വാതിൽ വലിച്ചു തുറന്ന് അകത്തേക്ക് കയറി. റയാൻ, വണ്ടി എടുക്ക്. അവൻ മുന്നിലേക്ക് നോക്കി ഒരൊറ്റ ഉത്തരവ് പോലെ പറഞ്ഞു. റയാൻ ഋഷുവിൻ്റെ കരയുന്ന മുഖത്തേക്ക് നോക്കി. അവനാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ പോവുകയാണെന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി. വണ്ടിയിൽ കയറി സ്റ്റാർട്ട് ചെയ്തു. വണ്ടി പതുക്കെ മുന്നോട്ട് നീങ്ങിയപ്പോൾ ഋഷു ആ റോഡിൽ തളർന്ന് അങ്ങനെ നിന്നു. വണ്ടിയുടെ ഗ്ലാസ്സിലൂടെ ക്രിസ്റ്റി ഒരിക്കൽ പോലും അവളെ തിരിഞ്ഞു നോക്കിയില്ല. പ്രഭാതത്തിന്റെ ആ മങ്ങിയ വെളിച്ചത്തിൽ കണ്ണുനീരോടെ നിൽക്കുന്ന ഋഷുവിനെ തനിച്ചാക്കി വണ്ടി ദൂരേക്ക് മറിഞ്ഞു. അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഒഴുകി.